അത്യുന്നതനും കാരുണ്യവാനുമായ ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്നു എന്ന് റോമാലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ. അഗാപ്പെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക നവീകരണത്തെ കുറിച്ച് അല്പം സംസാരിക്കണമെന്ന് എനിക്ക് തോന്നാൻ കാരണമുണ്ടായി. 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു യൂട്യൂബ് ചാനലിൽ ഉത്തമനായ ഒരു കത്തോലിക്ക അംഗമായ ഒരു വ്യക്തി യൂട്യൂബിലൂടെ അനേകം കാര്യങ്ങളെ കുറിച്ച് സത്യസന്ധമായിട്ട് പറയുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ഒരു വീഡിയോയിൽ പറയുകയാണ്, ഈ നവീകരണ പ്രാർത്ഥനകൾ കത്തോലിക്ക സഭയുടേതല്ല, ഇത് പെന്തക്കോസ്തുകാരുടെ നിന്ന് കടമെടുത്തതാണ്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ വെള്ളം വെക്കുന്നത്? ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രൊഫഷണലുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കരിസ്മാറ്റിക് വലിയ കൂട്ടായ്മയിലെ നവീകരണ കൺവെൻഷനിലെ പങ്കെടുത്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതേപോലെ തന്നെ. അതുപോലെ തന്നെ മറ്റുള്ളവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്, കർത്താവ് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതേക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് അവസരങ്ങൾ കിട്ടി എന്ന് ഞാൻ കഴിഞ്ഞ ചാനലിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതേക്കുറിച്ച് നന്നായിട്ട് പഠിക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു. അപ്പോൾ എനിക്ക് തോന്നി, നാട്ടിലും മറുനാട്ടിലുമുള്ള പല മനുഷ്യർ, പല ആളുകളും, നമ്മുടെ കത്തോലിക്ക സഭയിലുള്ള വ്യക്തികൾ തന്നെ ഇതിനെ ഒരു ഗൗരവമായിട്ട് എടുക്കുന്നില്ല, ഇതിൻ്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് ഇതേക്കുറിച്ച് 2 വാക്ക് പറയണമെന്ന് എനിക്ക് തോന്നി. നിങ്ങൾ പലരും ഒരു പക്ഷേ ഇങ്ങനെയുള്ള കാര്യം കേട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇതറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. 1959 ജനുവരി 25-ാം തീയതി ജോൺ 23-ാമൻ മാർപ്പാപ്പ 2-ാം വത്തിക്കാൻ കൗൺസിൽ പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ സഭയിലെ, കത്തോലിക്ക സഭയിലെ എല്ലാ വ്യക്തികളോടുമായിട്ട് പറഞ്ഞു, സഭയെ നവീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ഒരു പന്തക്കുസ്തായിൽ എന്ന പോലെ അത്ഭുതങ്ങൾ ആവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. സഭാമക്കളിൽ അനേകം പേർ ഏറ്റെടുക്കുകയും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് പോൾ 6-ാമൻ മാർപ്പാപ്പയും ജോൺ പോൾ മാർപ്പാപ്പയും ഒക്കെ നവീകരണത്തിനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. 2-ാം വത്തിക്കാൻ സുനകദോസിനു ശേഷം അനേകം ആളുകളെ ഇങ്ങനെ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ സമയം അമേരിക്കയിലെ പിറ്റ്സ്ബർഗിലുള്ള ഡൂക്കെയിൻ സർവകലാശാല, പരിശുദ്ധാത്മാ യൂണിവേഴ്സിറ്റി, അവിടെയുള്ള കുറച്ച് വിദ്യാർത്ഥികളും ഏതാനും അധ്യാപകരും ചേർന്ന് ഈ മാർപ്പാപ്പയുടെ ആഹ്വാനത്തെ കുറിച്ച് പഠിക്കുന്നതിനും 2-ാം വത്തിക്കാൻ കൗൺസിലെ നവീകരണ ആശയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തതിനൊക്കെയായി അങ്ങനെ അവരൊരു പ്രാർത്ഥനാ ഗ്രൂപ്പായിട്ട് ഏതാണ്ട് 28ഓളം ആളുകൾ, വിദ്യാർത്ഥികളും അധ്യാപകരുമായിട്ട് ഒന്നിച്ചു കൂടുകയും വാരാന്ത്യങ്ങളിൽ അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു. അങ്ങനെ ഇരിക്കെ അവർ തീരുമാനിച്ചു, നമുക്കൊരു 2 ദിവസത്തെ ഒരു ധ്യാനം നടത്തണം, ഇതേക്കുറിച്ച് ഗൗരവമായ ഒരു പ്രാർത്ഥന രീതി ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് അവർ 1967 ഫെബ്രുവരി മാസം 2 ദിവസത്തെ പ്രോഗ്രാമിനായിട്ട് ഒന്നിച്ചു കൂടുകയാണ്. അപ്പോൾ അവര് അന്ന് വൈകുന്നേരം ധ്യാനം ആരംഭിക്കുന്നു. പിറ്റേ ദിവസം വൈകുന്നേരം വരെയാണ് ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ വൈകുന്നേരം അവർ ഒന്നിച്ചു കൂടിയപ്പോൾ അവർക്കൊന്ന്
ക്ലാസ് എടുക്കാവുന്ന സമ്മതിച്ചിരുന്ന ആ സർവകലാശാലയിലെ ചാപ്ലിനായ വൈദികൻ, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ അന്നായിരുന്നു. അതറിഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും പറഞ്ഞു, നമുക്ക് അച്ഛൻ വരുമ്പോൾ ഒരു കേക്ക് മുറിച്ച് ആഘോഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന 3 പെൺകുട്ടികൾ അവർ പുറത്തേക്ക് നടക്കുകയും അവരാ നടക്കുന്ന വഴി അതിൽ പാറ്റി ഗലഹർ എന്ന പെൺകുട്ടി പറഞ്ഞു, ഞാനൊന്നായി നിത്യാരാധന ചാപ്പൽ ഇരുന്ന് പ്രാർത്ഥിക്കാം, നിങ്ങൾ പോയി കേക്ക് മേടിച്ചു വരിക. അങ്ങനെ അവർ കേക്ക് മേടിച്ചുകയും തിരിച്ചു വന്ന് കേക്ക് മുറിക്കാൻ സമയമായപ്പോൾ പാറ്റി ഗലറെ കാണാനില്ല. അപ്പോൾ ഇവർക്കറിയാം ആരാധന ചാപ്പലിലോട്ട് കയറിയതുകൊണ്ട് ഈ പെൺകുട്ടികളും നിത്യാരാധന ചാപ്പലിലോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഈ പാറ്റി ഗലഹർ പരിസര ബോധം മറന്ന് കൈകൾ ഉയർത്തി മറ്റൊരു ലോകത്തെന്ന പോലെ വളരെ ആനന്ദത്തിൽ നിൽക്കുകയാണ്. ഇവരടുത്ത് ചെന്നിട്ടൊന്നും അറിയുന്നില്ല. അവൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പരിസരം അറിയുന്നില്ല. ഇവരോടെ മുട്ടുകുത്തി ഇവർക്കും അതേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാവുകയും പിന്നീട് ഇവരെ അന്വേഷിച്ചു വന്ന മറ്റുള്ളവരും അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. സവിശേഷമായ ഒരു പരിശുദ്ധാത്മാ അഭിഷേകം നടക്കുകയാണ്. മനുഷ്യബുദ്ധിക്ക് അതീതമായ ദൈവത്തിന്റെ ഇടപെടൽ അവിടെ ഉണ്ടായി. മാനസാന്തരവും ഭാഷാപരവും പ്രവചനപരവും ഒക്കെ അവർക്ക് ലഭിച്ചു. അവരെ സ്വർഗീയ അവസ്ഥയിലെ അത്ര ആനന്ദത്തിലെ അവർ മാധ്യമ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. സമയം പോകുന്നൊന്നും അവരറിയുന്നില്ല. രാത്രി മുഴുവൻ പ്രാർത്ഥനയും ആരാധനയും സ്തുതിപ്പും ആയിക്കൊണ്ട് പരസ്പരം അവരങ്ങോട്ട് ശ്രദ്ധിക്കാതെ ദൈവത്തെ മാത്രം ആരാധിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് അവർ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം 11 മണിയായപ്പോഴാണ് അവരൊരു സാധാരണ അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ അവർ പരസ്പരത്തെ കുറിച്ച് സംസാരിച്ചു, ചർച്ച ചെയ്തു. കർത്താവിന്റെ അത്ഭുത പ്രവർത്തികളെ കുറിച്ച് അവർ വിസ്മയിച്ചുകൊണ്ട് അവർ നമുക്കിത് എല്ലായിടത്തും പ്രചരിപ്പിക്കണം. അന്ന് കിട്ടിയ ആ പരിശുദ്ധ അഭിഷേകം അവർ പല സ്ഥലങ്ങളിലും പ്രചരിപ്പിക്കുകയും അങ്ങനെ അവിടെ മാത്രമല്ല, അമേരിക്കയിൽ മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങളിലേക്ക് ഈ പ്രാർത്ഥന രീതി പ്രചരിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ വത്തിക്കാൻ ഇതേക്കുറിച്ച് അന്വേഷിക്കുകയും ഒരു കർദിനാളിനെ നിയമിച്ചുകൊണ്ട് ഇതിൻ്റെ സത്യസന്ധമായ അവസ്ഥ അറിയുന്നതിന് വേണ്ടി വളരെ കാലങ്ങൾ കാത്തിരുന്നു. അവസാനം ഇത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണെന്ന് ബോധ്യമായതോടുകൂടി 1993 വത്തിക്കാൻ അംഗീകരിക്കുകയും അൽമായർക്ക് വേണ്ടിയുള്ള പൊന്തിഫിക്കൽ കൗൺസിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, പിന്നീട് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഇത് പ്രചരിച്ചെങ്കിലും ആദ്യകാലത്തെ ഔദ്യോഗികമായിട്ടൊരു അംഗീകാരം ഇവിടെ ലഭിച്ചിട്ടില്ല. അപ്പൊ ചില അൽമായര് ചില ആളുകളെ അൽമായർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നുള്ള ഒരു രീതിയില് വൈദികരെ ഒന്നും ഉൾപ്പെടുത്താതെ സ്വന്തം വഴിക്ക് ചില പ്രാർത്ഥനകളൊക്കെ നടത്തിയത് കൊണ്ട് ആദ്യകാലങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് അഭിപ്രായം മനുഷ്യർക്ക് വളരെ മോശമായിട്ടുണ്ടാവുകയും അതിനൊരു പ്രത്യേക രീതി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഏതു കാര്യങ്ങൾക്കും നന്മയും തിന്മയും ഉണ്ടാകാം. എന്നാൽ KCBC കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതി ഇതേക്കുറിച്ച് പഠനം നടത്തുകയും കൂടുതൽ അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ CBCI കത്തോലിക്ക മെത്രാൻ സമിതി അതിനു മുമ്പ് തന്നെ ഇത് അംഗീകരിച്ചു. എന്നാൽ 2004 KCBC ഈ പ്രാർത്ഥനാ രീതി അംഗീകരിക്കുകയും ഇതിന്റെ ചെയർമാനും വൈസ് ചെയർമാൻമാരുമായിട്ട് 3 ബിഷപ്പുമാരെ നിയമിക്കുകയും ഇത് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചുകൊണ്ട് കളമശ്ശേരിയിലെ എമ്മാവൂസ്
ആസ്ഥാനമായിട്ട് സ്ഥാപിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ തലപ്പത്തെ ചെയർമാനായിരിക്കുന്നത് അഭിമന്യ വർഗീസ് ചക്കാലക്കൽ പിതാവാണ്. പിന്നീട് ഇത് കാരിസ് എന്ന പേരിൽ വത്തിക്കാൻ കൊട്ടാരത്തിൽ തന്നെ ഇതിൻ്റെ ഓഫീസ് തുടങ്ങുകയും ഫ്രാൻസിസ് മാർപ്പാപ്പ അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഏഷ്യയിലെ ഇതിൻ്റെ പ്രതിനിധിയായിട്ട് ഷെവലിയർ സിറിൽ ജോൺ കുറവലങ്ങാട് സ്വദേശിയാണ്, പാർലമെന്റിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഏഷ്യയുടെ പ്രതിനിധിയായിട്ട് ഓഫീസിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം കേരളത്തിലെ മിക്കവാറും എല്ലാ ദേവാലയങ്ങളിലും മറ്റു സഭാ സ്ഥാപനങ്ങളിലും ചെറിയ ഗ്രൂപ്പുകളായിട്ട് പ്രാർത്ഥന ഗ്രൂപ്പുകൾ തുടങ്ങുകയും സോൺ സബ് സോൺ രീതിയിൽ ഇതിന് നിശ്ചിതമായ ഒരു നിയമം ഉണ്ടാക്കി ഇത് വളരെ നന്നായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആ സമയത്തും എല്ലാവരും ഇത് അംഗീകരിച്ചെന്ന് വരികയില്ല. കുറച്ച് ആളുകൾ മാറി നിന്ന് ഇതിനെ കുറ്റം പറയുന്നവരും വിമർശിക്കുന്നവരും ഉണ്ടായിരിക്കാം. ഈ പ്രാർത്ഥനാ രീതിയിലൂടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നതിലൂടെ അനേക അത്ഭുതങ്ങള് ലോകത്തിൽ കേരളത്തിലൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഈ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പഴയ നിയമത്തിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. നെഹമ്യായുടെ പുസ്തകം 8-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത്യുന്നതനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. 1 മക്കബായരുടെ പുസ്തകം 15-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ പ്രധാന പുരോഹിതൻ കൈകൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. യൂദാസ് എന്ന മക്കബായർ കൈകൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, സോളമൻ രാജാവ് കൈകൾ ഉയർത്തി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയാണ്. സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ ഉടനീളം കാണുന്നുണ്ട്, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവിൻ, തപ്പ് കൊട്ടി മത്തളം കൊട്ടിയും കർത്താവിനെ ആർപ്പൂലോടെ കർത്താവിനെ സ്തുതിക്കുവിൻ. നമുക്കറിയാം കത്തോലിക്ക സഭയിലെ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളുണ്ട്. ഓരോ കാലഘട്ടത്തിൽ കർത്താവ് ഓരോ രീതിയിലുള്ള സംഘടനകളും പ്രാർത്ഥനാ രീതികളും സഭയെ നവീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. അങ്ങനെ ഒത്തിരി സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. കൂടുതലല്ല ചില വ്യക്തികളെ ഉയർത്തുന്നത് നമുക്ക് കാണാം. ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണെന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷെ അതിനകത്ത് ഉൾപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതിനെക്കുറിച്ച് സത്യമായിട്ടും കാര്യങ്ങൾ അറിയുന്നത്. അങ്ങനെ എല്ലാ പ്രാർത്ഥനാദികളും സഭ അംഗീകരിക്കുന്നുണ്ട്. നിശബ്ദമായ പ്രാർത്ഥന, ചിലർ പറയാറുണ്ട് കർത്താവ് വർദ്ധിക്കുന്നത് നിങ്ങൾ കഥ അടച്ച് മുറിക്കകത്ത് പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞാൽ ഹൃദയം അടച്ച് സ്വന്തമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാം, സാധാരണ രീതിയിൽ പ്രാർത്ഥിക്കാം, ചില അവസരങ്ങളിൽ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം. അങ്ങനെ നമ്മളെ ആ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് വേഗപൂർവം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മോട് കർത്താവ് തന്നെ ആവശ്യപ്പെടുകയാണ്. അതിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥത്തോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന് സങ്കീർത്തനം 145:18 പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം. തീർച്ചയായിട്ടും അനേകം അത്ഭുതങ്ങളും രോഗശാന്തികളും പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളായ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമാദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, അങ്ങനെ എല്ലാ ഫലങ്ങളും ഗുണങ്ങളും പരിശുദ്ധാത്മാവിനോട് ലഭിക്കുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നത് എല്ലാവർക്കും പ്രയോജനകരമായ പ്രത്യേകമായ ഒരു അനുഭവമാണ്. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.